കഴിഞ്ഞ 6 വർഷക്കാലമായിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വർണ്ണക്കൊള്ള അറിഞ്ഞിട്ട് മൂടി വെച്ചതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? മാർക്സിസ്റ്റ് പാർട്ടി പറയണം ഈ സംസ്ഥാനത്ത് ഉദ്യോഗസ്ഥ ഭരണമാണ്, പിണറായി വിജയന്റെ ഭരണമല്ല എന്ന് പറയും. ശ്രീ ജിൻഡോ ജോൺ വളരെ നിർണായകമായ സ്റ്റെപ്പിലേക്ക് എത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ ചർച്ചകളിലൊക്കെ ചോദിച്ചിരുന്നു, വളരെ എവിഡന്റായി സ്വർണ്ണക്കളവ് നടത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അയാൾ ഇവിടുന്ന് സ്വർണ്ണം ഊരിക്കൊണ്ടുപോയതിൽ മുഖ്യ പങ്കാളിത്തം വഹിച്ചു എന്നുള്ളത് വ്യക്തമായിട്ടും ഷെയർ ആർക്കൊക്കെ കിട്ടി, ആരൊക്കെ പങ്കുവച്ചു എന്നുള്ളത് ഇനി വരാനിരിക്കുന്ന കാര്യമാണ്. പക്ഷേ കൊണ്ടുപോയത് ഇയാളാണെന്ന് ബോധ്യമായിട്ടും എന്തുകൊണ്ടാണ് ഇയാളെ അറസ്റ്റ് ചെയ്യാത്തതെന്ന ചോദ്യം എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഇപ്പോൾ അറസ്റ്റിലേക്ക് കടക്കുകയാണ്, ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. കാര്യങ്ങളൊക്കെ 6 ആഴ്ചയുണ്ട് SITക്ക്, കാര്യങ്ങളൊക്കെ കൃത്യമായി മുന്നോട്ട് പോവുകയാണെന്ന് കരുതാമോ? അല്ല അഭിലാഷ്, ഇതിപ്പോൾ കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണത്തിൽ SIT കൃത്യമായിട്ടുള്ള അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം കോടതിയുടെ മേൽനോട്ടമുണ്ട്, കാര്യപ്രാപ്തിയുള്ള ഉദ്യോഗസ്ഥർ, സത്യസന്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ആയിരിക്കുമല്ലോ കോടതി സെലക്ട് ചെയ്തിട്ടുണ്ടാകുക. സ്വാഭാവികമായിട്ടും നമ്മൾ ആ നടപടിക്രമങ്ങളെ അത്തരം ഒരു ശ്രദ്ധയോടെ തന്നെയാണ് വീക്ഷിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോഴും ഇന്നിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയായിട്ട് നമുക്കറിയില്ല. എന്ത് തന്നെയായാലും ഈ 6 ദിവസക്കാലം എന്തുകൊണ്ട് വൈകി എന്നുള്ളതൊക്കെ ചോദ്യം അവിടെ നിൽക്കുമ്പോൾ പോലും അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതൊരു നല്ല വാർത്തയാണ്. അവിടെ നിൽക്കുമ്പോൾ ഒരു കാര്യം, കഴിഞ്ഞ 6 വർഷക്കാലമായിട്ട് വീണ്ടും പഴയ ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കേണ്ടി വരികയാണ്. കഴിഞ്ഞ 6 വർഷക്കാലമായിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വർണ്ണക്കൊള്ള അറിഞ്ഞിട്ട് മൂടി വെച്ചതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? അത് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിനാണ്, ഭരണ നേതൃത്വത്തിനാണ്. കാരണം ദേവസ്വം ബോർഡ് അടക്കം പ്രതിയാക്കപ്പെട്ട ഒരു കേസിനകത്ത് ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയ നിയമനമാണ്. സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന CPMന്റെ LDF എന്ന് പറഞ്ഞ മുന്നണിയുടെ രാഷ്ട്രീയ നിയമനമാണ് ദേവസ്വം ബോർഡ്. ആ ദേവസ്വം ബോർഡിലെ മുഴുവൻ ആളുകളും പ്രതിയേർക്കപ്പെടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഇതിന്റെ ഉത്തരം പറയേണ്ട രാഷ്ട്രീയ ബാധ്യത സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനുണ്ട്. അതിൽ കുറ്റക്കാരൊക്കെ ശിക്ഷിക്കപ്പെട്ടോട്ടെ, പിടിക്കപ്പെട്ടോട്ടെ എന്നുള്ള ഒഴുക്കൻ മട്ടിലുള്ള മറുപടിയല്ല കേൾക്കേണ്ടത്. അങ്ങനെ അവർ പറയണമെങ്കിൽ അവർ കേസെടുത്ത് അന്വേഷിക്കണമായിരുന്നു. കഴിഞ്ഞ 6 വർഷക്കാലം കേസെടുത്ത് അന്വേഷിക്കാതെ ഈ പോറ്റിയെ ആര് കൊണ്ടുവന്നോ, ഈ പോറ്റിക്കുള്ള സംരക്ഷണം കൊടുത്ത ആരാണെന്നോ, എന്തായിരുന്നു ഈ പോറ്റിയുടെ വിശ്വാസ്യത എന്നോ ഇതേവരെ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറയാത്ത കടകംപള്ളി സുരേന്ദ്രനും വാസവനും അടക്കമുള്ള മന്ത്രിമാർ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിട്ടുള്ള വാസുവും അതുപോലെ അനന്ത ഗോപനും പത്മകുമാറും അടക്കമുള്ള ആളുകൾ ഇതിന് മറുപടി പറയാൻ ബാധ്യതയുണ്ടല്ലോ. അന്വേഷണം നടക്കട്ടെ, തെളിവുകൾ പുറത്തു വരട്ടെ എന്നുള്ള വെല്ലുവിളി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അഭിപ്രായം അല്ല നമ്മൾക്ക് കേൾക്കേണ്ടത്. ഇതിന് ഉത്തരവാദിത്തമുള്ളവർ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അതിനു പകരം ഇതൊക്കെ രാഷ്ട്രീയ ഈ നേതൃത്വം കൊടുക്കുന്ന CPMന്റെ നേതാക്കന്മാർ പറയുന്നത് എന്താ, മുഖ്യമന്ത്രി അടക്കം പറയുന്നവരെന്താ, അന്വേഷണം നടന്നോട്ടെ, ഇത് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ്. ഇപ്പൊ ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്ന M ജയചന്ദ്രൻ അടക്കമുള്ള ആളുകൾ പറയുന്നത് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണെന്ന്. ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ്. ആശുപത്രി ഇടിഞ്ഞു വീണ് മനുഷ്യർ മരിക്കുമ്പോൾ അല്ലെങ്കിൽ പോലീസുകാർ നാട്ടുകാരെ ഇടിച്ചു കൊല്ലാൻ നോക്കുമ്പോൾ ഏത് സർക്കാർ വകുപ്പിലും എന്ത് അനാസ്ഥ സംഭവിച്ചാലും അതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയണം, മാർക്സിസ്റ്റ് പാർട്ടി പറയണം ഈ സംസ്ഥാനത്ത് ഉദ്യോഗസ്ഥ ഭരണമാണ്, പിണറായി വിജയന്റെ ഭരണമല്ല എന്ന് പറയണം. അല്ലെങ്കിൽ ഇതിന് ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ അത് സർക്കാരിന്റെ നേട്ടവും മേന്മയും അടിസ്ഥാന വികസന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട് സർക്കാരിന്റെ ഇച്ഛാശക്തിയിൽ വിരിയിച്ചെടുത്ത ഒരു കാഴ്ചപ്പാടാണ് ആഗോള അയ്യപ്പ എന്ന് അവകാശപ്പെട്ട സർക്കാർ ശബരിമലയിലെ സ്വർണ്ണക്കള്ള ഹൈക്കോടതി കയ്യോടെ പിടിക്കുമ്പോൾ 6 വർഷം മൂടിവെച്ച കൊള്ള പുറത്തു വരുമ്പോൾ അവിടുത്തെ വിഗ്രഹ മോഷണം എന്ന് പറയുന്ന തക്കത്തിലുള്ള മോഷണം പുറത്തു വരുമ്പോൾ അത് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണെന്ന് പറഞ്ഞാൽ രണ്ടും കൂടി പറ്റില്ല, രണ്ടും കൂടി അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു നിലപാട് വേണം. ഒന്നുകിൽ ഉദ്യോഗസ്ഥ ഭരണമാണ് കേരളത്തിൽ, ഞങ്ങൾക്ക് ഒന്നിനും ഒരു കഴിവും പ്രാപ്തിയും ഇല്ലാത്ത ആളുകളാണ് എന്ന് സമ്മതിക്കണം, അല്ലെങ്കിൽ ഞങ്ങളുടെ അറിവോട് കൂടിയാണ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തിയ ഈ വ്യാജരേഖ ചമയ്ക്കൽ, ഈ കൊള്ളയടി, ഈ വിഗ്രഹമോഷണം, ഈ അമ്പലക്കൊള്ള നടത്തിയത് എന്ന് ഇവർ സമ്മതിക്കണം. ഏതെങ്കിലും ഒന്ന് സമ്മതിക്കണം.